അപ്പോൾ നമുക്കിത് തീക്കകത്തിട്ട് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയൊരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താം എന്ന് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതായത് നടിയിരിക്കുന്ന സാധനം കണ്ടോ. അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്നും ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഒരു ചെറിയ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എന്താണെന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് മുമ്പോട്ട് കാണാം. ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതൊരു ഫയർ എക്സ്റ്റിങ്വിഷറാണ്. ഇത് ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിങ്വിഷറാണ്. ഇത് നമ്മുടെ എക്സ്റ്റിങ്വിഷറിൻ്റെ സെയിം ടൈപ്പ് തന്നെ ഇതൊരു ബോൾ ടൈപ്പാണ്. ഇത് നമുക്ക് എന്താ നമ്മളെ ഹോസ്പിറ്റലുകളോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുകളോ അതല്ലെന്നുണ്ടെങ്കിൽ ബേക്കറികൾ, അതുപോലെ എന്താ പറയുക സ്റ്റോർ റൂം ഏരിയ, അതുപോലെ തന്നെ ഗോഡൗണുകൾ, വെയർ ഹൗസുകൾ, ഇങ്ങനെയുള്ള ഓരോരോ ബിൽഡിങ്ങുകളിലും വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഈ ഫയർ എക്സ്റ്റിങ്വിഷർ ബോൾ എന്ന് പറയുന്ന സംഭവം. കാരണം ഈ തീ പിടിക്കുന്നത് നമുക്കിപ്പോൾ എപ്പോഴാണ്, എങ്ങനെയാണ്, ഏത് രീതിയിലാണ് തീ പിടിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പലപ്പം പകൽ സമയങ്ങൾ തീ പിടിക്കുന്നത്, ചിലപ്പോൾ രാത്രി നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തായിരിക്കും തീ പിടിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് ആകാം. അതുപോലെ തന്നെ പല രീതിയിലുള്ള തീപിടുത്തങ്ങൾ ഉണ്ടാകാനുള്ള ഒരുപാട് ചാൻസുകളുണ്ട്. ഇത് ഫയർ എന്ന് പറയുന്നത് പല ക്ലാസ് ഫയറുകളുണ്ട്. എ ക്ലാസ് ഫയർ, ബി ക്ലാസ് ഫയർ, സി ക്ലാസ് ഫയർ, ഇങ്ങനെ ക്ലാസ് ഓഫ് ഫയർസ് പലതുണ്ട്. ഇപ്പോൾ ഇത് എല്ലാ ക്ലാസ് ഫയറിനും യൂസ് ചെയ്യാം. അതായത് എ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ വുഡ്, ക്ലോത്ത്, പേപ്പർ, ഇങ്ങനെയൊക്കെ ഉള്ളത് എ ക്ലാസ് ഫയറിൽ പെടും. ബി ക്ലാസ് ഫയർ എന്ന് പറയുന്നത് പെട്രോളിയം പ്രോഡക്റ്റാണ്. അതായത് നമ്മുടെ എന്താ പറയുക പെട്രോള്, ഡീസൽ, കെറോസിൻ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. പിന്നെ സി ക്ലാസ് ഫയർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഓയിൽ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ ഫയറിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇത് എന്താ പറയുന്നത് കോമൺ ഫയർ എക്സ്റ്റിങ്വിഷറാണിത്. എല്ലാ ടൈപ്പ് ഫയറിനും ഉപയോഗിക്കാവുന്ന ഒരു ഫയർ എക്സ്റ്റിങ്വിഷറാണിത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന ഈ ഒരു തീപിടുത്തത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ടുണ്ടാകുന്ന ഒരു ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ് ഈ സാധനം. നമുക്ക് ഒരു തീ പിടിച്ച് ആ തീക്കകത്തോട്ട് നമ്മളിത് എടുത്തിടുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ ഇതിരിക്കുന്ന ലൊക്കേഷനിൽ തീ പിടിച്ച് വിത്തിൻ 5 to 10 സെക്കൻഡ് അതിനുള്ളിൽ ആ തീ ഇത് സെൻസായിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി ഇത് ബ്ലാസ്റ്റ് ആവും. അതുപോലെ ഇത് ബ്ലാസ്റ്റ് ആവാൻ എടുക്കുന്ന ടെമ്പറേച്ചർ കപ്പാസിറ്റി എന്ന് പറയുന്നത് 62 to 70 ഡിഗ്രി സെൽഷ്യസ്. അതായത് തീ കത്തി നമ്മളൊരു 62 തൊട്ട് 70 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഇത് ഈ ബോൾ ഇരിക്കുന്ന ലൊക്കേഷനിൽ നമുക്ക് തീ വന്നു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ബ്ലാസ്റ്റ് ആവും. പിന്നെ ഈ സ്വിച്ച് ബോർഡ് അതിപ്പോൾ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു MCB, നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെ ഒരു MCB വരുന്നത്, അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മെഷീനറി വരുന്നത്, ആ മെഷീനറീസിനകത്ത് ഇപ്പോൾ സ്പാർക്കായി അവിടുന്ന് തീ പിടുത്തമുണ്ടായി. ഇപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഇപ്പോൾ സ്ഥലം ഏതാണ്ട് ഇങ്ങോട്ട് മാറ്റി കാണിക്കാം. ഇപ്പോൾ ഈ ഒരു സാധനം ഇതിങ്ങനെ ഇതിൻ്റെ അടുത്ത് വെക്കുക. ഇവിടെ 2 സ്ക്രൂ ചെയ്യാനുള്ള 2 പ്രൊവിഷനുണ്ട്. ഇപ്പോൾ ഇത് ഇങ്ങോട്ട് വെച്ചതിന് ശേഷം ഇവിടെ 2 സ്ക്രൂ ചെയ്യുക. അതിനുശേഷം ഇതിങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ഇങ്ങനെ എടുത്തിട്ടാൽ മതി. ഇത് അവിടെ ഇരുന്നോളും. ഇതാണ്ടോ. ഇപ്പോൾ ഇതിൻ്റെ പർട്ടിക്കുലർ ലൊക്കേഷൻ ഇപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ തീ പിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ ആ തീ ഇതേ സെൻസ് ആയി കഴിഞ്ഞാൽ എന്താവും, ഇത് ഓട്ടോമാറ്റിക്കലി ബ്ലാസ്റ്റ് ആയിട്ട് ആ ഏരിയയിലെ തീ അത് സ്പ്രെഡ് ആവാതെ അവിടെ ആ തീയെ കട്ട് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഇത് ഒരു തീക്കകത്തിട്ട് കഴിഞ്ഞാൽ പൊട്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഇത് ആക്ടിവേറ്റ് ആവുമല്ലോ നമുക്ക് നോക്കണ്ടേ. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം നമുക്ക് എങ്ങനെയാണ് ഇത് ആക്ടിവേറ്റ് ആവുന്നത്, ഇത് പൊട്ടോ ഇല്ലയോ എന്നും കൂടെ നമുക്കൊന്ന് തീയിട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാനുള്ള നമ്മുടെ ഫയർ എക്സ്റ്റിങ്വിഷർ ബോൾ റെഡിയാണ്. ഇതാണ്ടോ നമ്മൾ തീയും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തീക്കകത്തിട്ട് നോക്കാം. ഒറ്റ ചെറിയ ബോളും കൊണ്ട് അത്രയും വലിയൊരു തീ മൊത്തം കട്ട് ഓഫായി. ഇങ്ങോട്ട് വന്നടാ, ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചൂടെ. വേണ്ട, നമ്മൾ ആ പൗഡറിൻ്റെ ആ പൗഡർ പൊട്ടിത്തെറിച്ചതിൻ്റെ ആ ഒരു അവശിഷ്ടങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മുടെ ആ തീ മൊത്തം ജസ്റ്റ് ഇനിയിപ്പോൾ ആ പുക ഇതാവുന്നത് മാത്രമേ ഉള്ളൂ. അല്ല ടോട്ടൽ എൻ്റയർ തീ നമുക്കിവിടെ കട്ട് ഓഫ് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചെറിയൊരെണ്ണം ഒരു വാൾ സ്റ്റാൻഡിൽ നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം അതിനടിക്ക് ഒരു തീ ഇട്ട് നോക്കാം. അതായത് നമ്മുടെ വീട്ടിനകത്തൊക്കെ നേരത്തെ പോലെ നമ്മുടെ ഇലക്ട്രിക്കൽ ബോക്സിൻ്റെ ഒക്കെ അവിടെ ഇങ്ങനെ സ്റ്റാൻഡ് വെക്കാൻ അതിനടിക്ക് ഒരു തീ പിടിക്കുന്നു. ആ ഒരു ഇതിൽ ജസ്റ്റ് നമ്മൾ അവിടെ ഒരു തീയും കൂടെ കൊടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ എക്സ്റ്റിങ്വിഷർ ബ്ലാസ്റ്റ് ആവുന്ന വീഡിയോ അതിപ്പോൾ എങ്ങനെയാണ് യൂസ് ആവുന്നത് എന്നുള്ളതും അത് ബ്ലാസ്റ്റ് ആയ വീഡിയോയും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കണ്ടല്ലോ.
അപ്പം ഈ ഒരു എക്സ്റ്റിങ്യൂഷർ എന്ന് പറയുന്ന സാധനം ഒരു 70 തൊട്ട് 80 സ്ക്വയർ ഫീറ്റ് ഏരിയ ഇത് മൊത്തത്തിൽ കവറാകും ഇത്. കാരണം ഇത് ബ്ലാസ്റ്റ് ആകുമ്പോൾ നല്ല സൗണ്ട് വരും. നല്ല സൗണ്ടിൽ അത് ഫുൾ ആ ഒരു ഏരിയ ഒരു 70 തൊട്ട് 80 സ്ക്വയർ ഫീറ്റ് ഏരിയ മൊത്തം ഈ ഒരു ചെറിയ ബോളിനെ കൊണ്ട് നമുക്ക് തീ അണയ്ക്കാൻ പറ്റും. കാരണം ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്നില്ല, ഒരു തീ കാണാതെ ഇപ്പോൾ നമ്മളിപ്പോൾ രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്തായിരിക്കും എവിടെയെങ്കിലും ഒരു തീ പിടുത്തം ഉണ്ടായാൽ ഈ സാധനം മതി നമുക്ക് അവിടെ ആ തീയിൽ ആ ഒരു ഫയറിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട്. ഇപ്പം നമുക്ക് മിക്ക ദിവസം അത് കഴിഞ്ഞ ഉള്ളടക്കൊക്കെ നമ്മൾ നാട്ടിൽ കാണുന്നുണ്ടായിരുന്നത് മറ്റേ ചെരുപ്പിൻ്റെ റബ്ബറിൻ്റെ ഇതിൽ അവിടെ തീ പിടുത്തം ഉണ്ടായി ഓരോരോ എന്താ പറയുക ഫാക്ടറികൾക്ക് ഇതിനും എല്ലാം തീ പിടിത്തം ഉണ്ടാകുന്നതൊക്കെ നമ്മൾ സ്ഥിരം ന്യൂസുകളിൽ കാണാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളിൽ നിന്ന് നമുക്ക് ഈ ഒരൊറ്റ സാധനം മതി. അതായത് ഇപ്പം എൻ്റെ ഇപ്പോൾ ഈ കാണുന്ന ഒരു ഓഫീസ് ഇപ്പം ഇതുപോലുള്ള അതായത് ഒരു 1200 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉള്ള ഒരു ഓഫീസാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എവിടെയൊക്കെ സ്വിച്ച് പോയിന്റ് മേജറായിട്ടുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് വരുന്ന ലൊക്കേഷനിലെല്ലാം ഈ ഒരു സാധനം ഇതേപോലെ ഒരു സ്റ്റാൻഡിനകത്ത് ഇട്ട് തേണ്ട ഇങ്ങനെ ആ ഭിത്തിയിൽ ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന സപ്പോസ് അങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായാൽ അവിടെ അതിനെ കട്ട് ഓഫ് ചെയ്യാൻ ഇവ മാത്രം മതി. അതേപോലെ തന്നെ ഇത് വണ്ടികളിലും ഇപ്പം ഒരുപാട് ഇലക്ട്രിക്കൽ വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഇലക്ട്രിക്കൽ വാഹന ബാറ്ററിയും കാര്യങ്ങളും ഇതൊക്കെ ചിലപ്പം ബാറ്ററി ഷോർട്ട് സർക്യൂട്ടായി തീപിടുത്തം ഉണ്ടാകാൻ അതങ്ങനെയൊക്കെയുള്ള ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇതേപോലെ ഉള്ള ഓരോ ഫയർ എക്സ്റ്റിങ്വിഷർ ബോളുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വളരെ ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു എക്സ്റ്റിങ്വിഷറിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് 5 വർഷം നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. നമ്മൾ ഈ സാധനം കൊടുക്കുന്നത് വെറും 600 രൂപ പ്ലസ് GST വരും. അത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ ഈ സാധനം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇപ്പം തന്നെ ഏകദേശം നമ്മുടെ അടുത്ത് ഒരു 2000-3000 സാധനം നമ്മുടെ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ഇതിൻ്റെ ആവശ്യമുള്ളവർ നമ്മളോട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അതിൻ്റെ രീതിയിൽ നമുക്ക് ഡീൽ ചെയ്ത് സാധനം നിങ്ങളുടെ അടുത്ത് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫയർ എക്സ്റ്റിങ്വിഷർ ബോളിൻ്റെ ഈ ഒരു സാധനം കൊണ്ടുള്ള ഉപയോഗങ്ങളും അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇപ്പോൾ എൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരാണ്. ഇവിടെ ഉള്ള ഒരു ഒട്ടുമിക്ക നമുക്ക് ഡെയിലി മിക്കപ്പോഴും ഇതിൻ്റെ ഓർഡർ ഇപ്പോൾ ബാംഗ്ലൂരുണ്ട്. പിന്നെ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കണ്ണൂർ, കാസർഗോഡ് ഈ ഭാഗത്തോട്ടൊക്കെ ഇതിൻ്റെ കുറച്ച് മൂവിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലായിടത്തും അതായത് നമ്മുടെ എല്ലാ ഷോപ്പിലും ഒട്ടും എല്ലാ ഷോപ്പിലും ഇതായാലും ഒരെണ്ണം ഒരു 600 രൂപ മുടക്കി വെക്കുന്നതുകൊണ്ട് ഒരു നഷ്ടമില്ല. കാരണം അത് നമ്മുടെ ജീവന് നമ്മൾ സുരക്ഷ നൽകുന്നതിന് ആ ഒരു രീതി ചിന്തിച്ചാൽ മതി. ഒരു 600 രൂപ എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരാളുടെ ഒരു ദിവസത്തെ കൂലി എന്നുള്ളത് ചിന്തിച്ച് ഇത് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ നമ്മുടെ ഒരു കുഞ്ഞ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവേത് നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി പിന്നെ നമുക്ക് വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ. ഓക്കെ, ബൈ.